ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ നല്ല കട്ട തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ കുറച്ച് കുറവായിട്ടൊരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ഫോർക്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഗോതമ്പ് പൊടി അടിയിലും മുട്ടയും തൈരൊക്കെ മുകളിലായിട്ട് കിടക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് മിക്സായിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം അടിച്ചെടുത്ത ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മിക്സ് ആവാതെ പറ്റി പിടിച്ച് കിടപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോഡാപ്പൊടി കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതി. 1-2 നുള്ളു മതിയാവും കേട്ടോ. കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതുപോലെ കൈകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാവ് ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ അത് വലിയ സ്നാക്സ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിടാനൊന്നും കഴിയില്ല. അത് ഒരു ബോൾസ് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് എല്ലാ വശവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ്. നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് കുറച്ച് മാവായിട്ട് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്